മുസ്ലിം മതാചാര പ്രകാരം വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ദൈവത്തിന് കൊടുക്കുകയാണ്, അള്ളാഹ്ക്ക് സമർപ്പിക്കുകയാണ്. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് വഖഫ്. അങ്ങനെ ഞാൻ വഖഫ് അള്ളാഹ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കതിന്മേൽ പിന്നീട് അവകാശങ്ങളൊന്നുമില്ല. കാര്യമൊന്നുമല്ല. മതവിശ്വാസി തൻ്റെ മതപരമായ വിശ്വാസത്തിൻ്റെ പുറത്ത് വഖഫിന് എഴുതി കൊടുക്കുന്ന പ്രോപ്പർട്ടിയാണ് വഖഫ് പ്രോപ്പർട്ടിയുടെ നിലകൊള്ളുന്നതെന്ന് ഇരിക്കട്ടെ. എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കാറുണ്ട്, 10,500 വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രം ഉൾപ്പെടുന്നത് തിരുച്ചെന്തുറ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം മുഴുവനും എങ്ങനെയാണ് വഖഫിൻ്റെ പ്രോപ്പർട്ടി ആവുന്നത്? വഖഫ് അത് തങ്ങളുടേതാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തത് കൊണ്ട് മാത്രം അവിടെയുള്ള ആൾക്കാർക്ക് ആ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല, സ്ഥലം കൈമാറ്റം ചെയ്യാൻ പറ്റുന്നില്ല, അടുത്ത തലമുറയ്ക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നില്ല. തിന്നാനും നുണ പറയാനും മാത്രം നീ വാ തുറക്കരുത്. വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള നിൻ്റെ ഇത്ര ഇടപാടുകളുണ്ടല്ലോ, അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഇതിൻ്റെ പുറകിൽ ഒരുപാട് അന്യായം, കൊള്ള, ഭൂമി കയ്യേറലൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് വഖഫ് ബോർഡ് നിയമം. അതൊന്ന് പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു പൗരനെ ഇവിടെ രണ്ടാം ഗ്രഹമായിട്ട് കാണുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന എല്ലാ മൗലിക അവകാശങ്ങളും എല്ലാ മതത്തിൽപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ തന്നെ അനുഭവിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ.